ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. അക്ഷരമറിയാവുന്ന ആർക്കും എഴുതാം. എന്നാൽ ചിലർ എഴുതുന്നത് മാത്രം ലോകമെങ്ങും വായിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഇഷ്ടമുള്ള ഏതെങ്കിലും കഥാപുസ്തകമെടുത്ത് വായിക്കുക. പഞ്ചതന്ത്രം മുതൽ ഹാരി പോട്ടർ വരെ ഏതുമാകാം. എഴുത്തിൻ്റെയും എഴുത്തുകാരൻ്റെയും മാന്ത്രിക ശക്തി എന്താണെന്ന് അവ നമ്മെ പഠിപ്പിക്കും. സ്വന്തം ഭാവന കൊണ്ട് മനുഷ്യ മനസ്സുകൾ കീഴടക്കിയ വിശ്വസാഹിത്യത്തിലെ അസാധാരണ ചില പ്രതിഭകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ഡോൺ ക്വിക്സോട്ട് എന്ന അനശ്വര കൃതിയിലൂടെ ഇന്നും ലോകമെങ്ങും വായിക്കപ്പെടുന്ന എഴുത്തുകാരനാണ് സെർവാൻസ്. 1547 സ്പെയിനിലാണ് അദ്ദേഹം ജനിച്ചത്. മുഴുവൻ പേര് മിഗ്വൽ ഡി സെർവാൻസ് y സാവൻര. പട്ടിണി മൂലം പട്ടാളത്തിൽ ചേരേണ്ടി വന്നെങ്കിലും ഇടത് കൈയുടെ ശേഷി നഷ്ടമായതിനാൽ ജോലി വിടേണ്ടി വന്നു. പിന്നീട് ഒട്ടേറെ നാടകങ്ങളും ഗലാറ്റിയ എന്ന നോവലും രചിച്ചു. 1605 ഡോൺ ക്വിക്സോട്ടിൻ്റെ ആദ്യ ഭാഗം പ്രസിദ്ധീകരിച്ചു. വൈകാതെ ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 10 വർഷത്തിന് ശേഷം നോവലിൻ്റെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങി. 1616 ഏപ്രിലിലാണ് സെർവാൻസ് അന്തരിക്കുന്നത്. അപ്പോഴേക്കും അദ്ദേഹം സാഹിത്യരംഗത്ത് വലിയ പ്രശസ്തനായി മാറിക്കഴിഞ്ഞിരുന്നു. കാലത്തിന് കെടുത്താനാവാത്ത വിധം പ്രകാശമാനമായ നാടകങ്ങളും ഗീതകങ്ങളുമാണ് ഷേക്സ്പിയർ ലോകത്തിന് സമ്മാനിച്ചത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ കൊടിക്കൂറ ലോകമെങ്ങും പാറിക്കാൻ മഹാനായ ഈ എഴുത്തുകാരനായി. 37 നാടകങ്ങൾ, 154 ഗീതകങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ എന്നിവയാണ് ഷേക്സ്പിയറിൻ്റെ സംഭാവനകളായി കരുതപ്പെടുന്നത്. 12th നൈറ്റ്, എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം, ആസ് യു ലൈക്ക് ഇറ്റ്, ജൂലിയസ് സീസർ, ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ, ദി മർച്ചൻ്റ് ഓഫ് വെനീസ്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, മാക്ബത്ത് തുടങ്ങിയവയാണ് ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ നാടകങ്ങൾ. 1564 ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫഡിൽ ഷേക്സ്പിയർ ജനിച്ചു. 1585 മുതൽ 1592 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. 1616 ഏപ്രിൽ 23 വില്യം ഷേക്സ്പിയർ അന്തരിച്ചു. കാൽപ്പനിക കവിതയ്ക്ക് പറക്കാൻ ചിറകുകൾ തുന്നിയ കവിയാണ് ജോൺ കീറ്റ്സ്. ചുരുങ്ങിയ കാലം കൊണ്ട് കവിതയിൽ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. 1795 ലണ്ടനിലാണ് കീറ്റ്സിൻ്റെ ജനനം. കുട്ടിക്കാലത്ത് തന്നെ ഗ്രീക്ക് ഇതിഹാസമായ ഏനിഡ് മൊഴിമാറ്റാൻ തുടങ്ങി. വൈദ്യശാസ്ത്രം പഠിച്ച കീറ്റ്സ് 1817 ആദ്യ കാവ്യ സമാഹാരം പുറത്തിറക്കിയെങ്കിലും ആസ്വാദക ശ്രദ്ധ ലഭിച്ചില്ല. എൻഡിമിയൺ എന്ന നീണ്ട കവിത പ്രസിദ്ധീകരിച്ചതിൽ പിന്നെ കീറ്റ്സ് നിരന്തരം എഴുതി. ലാമിയ, ഓഡ് ടു ഇനറ്റിംഗൽ, ഹൈ പീരിയോഡ് തുടങ്ങിയ കവിതകളോരോന്നും കവിയുടെ കീർത്തി വർദ്ധിപ്പിച്ചു. ഫാനി ബ്രൗൺ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായെങ്കിലും ദാരിദ്ര്യവും ക്ഷയരോഗവും ആ ബന്ധത്തെ തകർത്ത് കളഞ്ഞു. 1821 ഫെബ്രുവരി 23 സഹോദരനെയും അമ്മയെയും പോലെ കീറ്റ്സും ക്ഷയരോഗത്തിന് കീഴടങ്ങി. വെറും 25 വയസ്സുള്ളപ്പോഴാണ് ജോൺ കീറ്റ്സ് മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ജലത്തിൽ പേരെഴുതപ്പെട്ട ഒരാൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. 1812 ഇംഗ്ലണ്ടിൽ ജനിച്ച ചാൾസ് ഡിക്കൻസിന് പ്രശസ്തമായ ഒരു തൂലികാനാമം കൂടിയുണ്ട്: ബോസ്. പിക്വിക് പേപ്പേഴ്സ്, ഒലിവർ ട്വിസ്റ്റ്, നിക്കോളസ് നിക്കൽബി, ദി ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ്, ഡേവിഡ് കോപ്പർഫീൽഡ്, എ ഡെയിൻ ഓഫ് ടു സിറ്റീസ്, ഗ്രേറ്റ് എഗ് സ്പെഷ്യനിസ്റ്റ്,
ദി മിനിസ്ട്രി ഓഫ് എഡ്വിൻ ഡ്രൂഡ്, അമേരിക്കൻ നോട്ട്സ്, എ ക്രിസ്മസ് കരോൾ, എ ക്രിസ്മസ് ട്രീ, എ ഡിന്നർ അറ്റ് പോംബ്ലാർ ബോക്ക്, സ്കെച്ചസ് ബൈ ബോസ് തുടങ്ങിയവയാണ് ഡിക്കൻസിൻ്റെ പ്രധാന കൃതികൾ. 1870 എഴുതി തുടങ്ങിയ ദി മിസ്റ്ററി ഓഫ് എഡ്വിൻ ഡ്രൂഡ് പൂർത്തിയാക്കും മുൻപേ ഡിക്കൻസ് മരണമടഞ്ഞു. ചാൾസ് ഡിക്കൻസിൻ്റെ ആദ്യ ജീവചരിത്രമാണ് ജോൺ ഫോസ്റ്റർ രചിച്ച ലൈഫ് ഓഫ് ഡിക്കൻസ്. ഡിക്കൻസിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഫോസ്റ്റർ. ഡിക്കൻസിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമെല്ലാം ലോകം ആദ്യമായി അറിഞ്ഞത് ഈ ജീവചരിത്രത്തിൽ നിന്നാണ്. ജോർജ് ലൂസിൻ്റെ ദി ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് കോയ്തയുടെ മാതൃകയിലാണ് ഫോസ്റ്റർ ലൈഫ് ഓഫ് ഡിക്കൻസ് എഴുതിയത്. ഡിക്കൻസിൻ്റെ വ്യക്തിത്വത്തെ മോശമായി ചിത്രീകരിക്കുന്ന പല സംഭവങ്ങളും ഫോസ്റ്റർ ഒഴിവാക്കി. തരിശ് ഭൂമി എന്ന കാവ്യം കൊണ്ട് കവിതയിൽ വസന്തം സൃഷ്ടിച്ച കവിയാണ് T.S. ഏലിയറ്റ്. 1888 അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹാർവാർഡ് സർവകലാശാലയിൽ പഠിച്ച ഏലിയറ്റ് പിന്നീട് തൻ്റെ മുൻഗാമികളുടെ ദേശമായ ഇംഗ്ലണ്ടിൽ താമസമാക്കി. അവിടെ വെച്ചാണ് കവി എസ്ര പൗണ്ടിനെ പരിചയപ്പെട്ടത്. ആ സൗഹൃദം ഏലിയറ്റിൻ്റെ സാഹിത്യ ജീവിതത്തിൽ വഴിത്തിരിവായി. 1915 പ്രസിദ്ധീകരിച്ച ദി ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് ഫ്രൂഫോക്ക് ഏലിയറ്റിനെ അതിപ്രശസ്തനാക്കി. 1917 ആദ്യ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ഭാര്യയുമായുള്ള അകൽച്ച താങ്ങാനാവാതെ ഏലിയറ്റ് കുറച്ചുകാലം ഒരു സാനിറ്റോറിയത്തിൽ കഴിഞ്ഞു. ഇക്കാലത്താണ് വിഖ്യാതമായ വേസ്റ്റ് ലാൻഡ്, അതായത് തരിശ് ഭൂമി എഴുതിയത്. 1948 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചു. കവിയായും നാടകകൃത്തായും തിളങ്ങിയ ഏലിയറ്റിൻ്റെ പ്രധാന കൃതികൾ മർഡർ ഇൻ ദി കത്തീഡ്രൽ, വേസ്റ്റ് ലാൻഡ്, ദി ഫോർട്ട് കോർട്ടെക്സ് തുടങ്ങിയവയാണ്. ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തുമായ കാമ്യൂലിൻ്റേത് ദുരിതം നിറഞ്ഞ ബാല്യമായിരുന്നു. അച്ഛൻ 1-ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വാർത്തയറിഞ്ഞ് അമ്മയുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ദി സ്ട്രാഞ്ചർ, ദി പ്ലേഗ്, ദി റിബൽ തുടങ്ങിയ കൃതികളിലൂടെ കാമ്യൂ ലോകപ്രശസ്തനായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ അദ്ദേഹം 2-ാം ലോക മഹായുദ്ധകാലത്ത് ഫ്രഞ്ച് സൈന്യത്തിൽ അംഗമായി. വിഖ്യാത എഴുത്തുകാരൻ ഴാങ് പോൾ സാർത്രെയുമൊത്ത് കോംബാറ്റ് എന്ന പേരിൽ പ്രസിദ്ധീകരണം നടത്തി. 1960 ഒരു അപകടത്തിലാണ് ആൽബർട്ട് കാമ്യൂ മരണമടയുന്നത്. ലോകപ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനായ ഴാങ് പോൾ സാർത്രിൻ്റെ പ്രധാന കൃതികളാണ് ബീയിങ് ആൻഡ് നത്തിങ്നെസ്, ദി ഏജ് ഓഫ് റീസൺ, ക്രിട്ടിക് ഫോർ ഡയലക്റ്റിക്കൽ റീസൺ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 20-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ഫിലോസഫിയിലും മാർക്സിസത്തിലും സുപ്രധാന സംഭാവനകൾ നൽകിയ സാർത്രിന് 1964 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചുവെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു. 1905 ജനിച്ച സാർത്ത് 1980 അന്തരിക്കുന്നത്. ദി ട്രയൽ, ദി കാസിൽ, ദി മെറ്റഫോർഫസിസ്, അമേരിക്ക തുടങ്ങിയ പുസ്തകങ്ങളിലൂടെ അനശ്വരനായ എഴുത്തുകാരനാണ് ഫ്രാൻസ് കാഫ്ക. 1883 ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിലുള്ള പ്രേഗിലാണ് അദ്ദേഹം ജനിച്ചത്. ജൂതനായിരുന്ന കാഫ്ക കുടുംബം ജർമ്മൻ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. അച്ഛൻ ഹെർമനോടുള്ള ഭീതി ഫ്രാൻസ് കാഫ്കയെ എക്കാലവും പിന്തുടർന്നു. നിയമം പഠിച്ച കാഫ്ക ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തു. മരണാനന്തരമാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറും രചനകൾ വെളിച്ചം കണ്ടത്. നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞ് സുഹൃത്ത് മാക്സ് ബ്രോഡിനെ ഏൽപ്പിച്ച കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ക്ഷയരോഗവും ഒറ്റപ്പെടലുമെല്ലാം വിടാതെ പിന്തുടർന്ന ഫ്രാൻസ് കാഫ്ക 1924 ജൂൺ 3 ഓർമ്മയായി. അമ്മ എന്ന നോവലിലൂടെ ലോകപ്രശസ്തനായ റഷ്യൻ എഴുത്തുകാരനാണ് മാക്സിം ഗോർക്കി. അലക്സി മാക്സിമോവിച്ച് ചെഷ്കോവ് എന്ന മാക്സിം ഗോർക്കി 1868 ജനിക്കുന്നത്.
പഠനത്തിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. ചെറിയ പ്രായത്തിലെ വീട് വിട്ടു. പോർട്ടറായും ഗുമസ്തനായുമെല്ലാം ജോലി ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെടലും നാടുകടത്തലുമെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് സ്വന്തം ഇഷ്ടപ്രകാരം മാക്സിം ഗോർക്കി ജന്മനാട് വിട്ടെങ്കിലും സ്റ്റാലിൻ്റെ നിർബന്ധത്തെ തുടർന്ന് സോവിയറ്റ് റഷ്യയിൽ തിരിച്ചെത്തി. 1936 ജൂൺ 18 മാക്സിം ഗോർക്കി അന്തരിക്കുന്നത്. ആധുനിക ചെറുകഥയുടെ ഉജ്ജ്വല മാതൃകകളാണ് ആന്റൺ ചെക്കോവിൻ്റെ രചനകൾ. കൈത്തടക്കമുള്ള ആ ചെറുകഥകൾ ലോകമെങ്ങുമുള്ള എഴുത്തുകാരെ ആഴത്തിൽ സ്വാധീനിച്ചു. 1860 വിപ്ലവപൂർവ റഷ്യയിലാണ് ചെക്കോവിൻ്റെ ജനനം. കടബാധ്യതയെ തുടർന്ന് അച്ഛൻ നാടുവിട്ടു. കുടുംബത്തെ രക്ഷിക്കാൻ ചെക്കോവിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് എഴുത്ത് എന്ന സമ്പാദ്യം മാത്രം. പിന്നീട് ചെക്കോവ് മോസ്കോയിൽ വൈദ്യപഠനത്തിന് ചേർന്നു. 1886 ആദ്യ കഥാസമാഹാരം മോട്ട്ലി സ്റ്റോറീസ് പുറത്തു വന്നു. ദി സീഗൾ, അങ്കിൾ വാന്യ, 3 സഹോദരിമാർ, ദി ചെറി ഓർച്ചാർഡ് തുടങ്ങിയ നാടകങ്ങളും എഴുതി. 1904 ചെക്കോവ് അന്തരിച്ചു. ഡോക്ടർ എന്ന നിലയിൽ പ്രശംസനീയമായ സേവനമനുഷ്ഠിച്ച എഴുത്തുകാരനാണ് ചെക്കോവ്. തുച്ഛമായ പ്രതിഫലമേ വൈദ്യവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുള്ളൂ. പക്ഷേ അതൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. പാവപ്പെട്ട രോഗികളെ പണമൊന്നും വാങ്ങാതെ ചികിത്സിക്കാൻ ചെക്കോവ് സദാ സന്നദ്ധനായിരുന്നു. കവിത തുളുമ്പുന്ന ഗദ്യത്തിലൂടെ ലോകമെങ്ങും ആരാധകരെ സൃഷ്ടിച്ച എഴുത്തുകാരനാണ് ഖലീൽ ജിബ്രാൻ. 1883 ലെബനിൽ ജനിച്ച ജിബ്രാൻ പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി. സഹോദരങ്ങളുടെയും അമ്മയുടെയും വേർപാടിൻ്റെ വേദന മറക്കാൻ അദ്ദേഹം എഴുത്തിലും ചിത്രരചനയിലും മുഴുകി. താഴ്വരയിലെ അപ്സരസ്സുകൾ, പ്രതിഷേധിക്കുന്ന ആത്മാക്കൾ തുടങ്ങിയ പുസ്തകങ്ങൾ അറബിയിലാണ് എഴുതിയത്. ഭ്രാന്തനാണ് ആദ്യത്തെ ഇംഗ്ലീഷ് പുസ്തകം. പ്രവാചകൻ എന്ന പുസ്തകത്തോടെ ജിബ്രാൻ പ്രസിദ്ധനായി. 1931 അന്തരിക്കുന്നത്. റഷ്യൻ സാഹിത്യത്തിലെ ഉന്നതമായ കൊടുമുടികളിൽ ഒന്നാണ് ലിയോ ടോൾസ്റ്റോയ്. 1828 ജനിച്ച ടോൾസ്റ്റോയ് മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് കഴിഞ്ഞത്. യുവാവായിരിക്കെ കടമ്പും രോഗങ്ങളും മൂലം ഏറെ ബുദ്ധിമുട്ടിയ അദ്ദേഹം പിന്നീട് പട്ടാളത്തിൽ ചേർന്നു. നീണ്ടകാലം വിദേശ സന്ദർശനങ്ങളിൽ മുഴുകി. ദി കൊസാക്സ്, വാർ ആൻഡ് പീസ്, അന്ന കരനീന, ഡെത്ത് ഓഫ് ഇവാൻ ഇല്യച്ച് തുടങ്ങിയ പുസ്തകങ്ങൾ ഓരോന്നും ഇന്നും വായനക്കാരെ ആകർഷിക്കുന്നു. അവസാന നാളുകളിൽ സ്വത്തെല്ലാം ദാനം ചെയ്ത് വീട് വിട്ടിറങ്ങി. 1910 ജനുവരി 20 അന്തരിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നാണ് മഹാനായ ലെനിൻ പിന്നീട് ടോൾസ്റ്റോയെ വിശേഷിപ്പിച്ചത്. അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.